നിങ്ങൾ ചെയ്യുന്ന അടുത്ത വീഡിയോ സാധാരണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വ്യൂസും വരും. അതേപോലെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവും. അപ്പൊ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാ. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ വീഡിയോ ആണ്. നിങ്ങളെ സക്സസ് കിടക്കുന്നത് ഇതിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കൃത്യമായിട്ടുള്ള കുറേ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാനലിലെ വീഡിയോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീഡിയോക്ക് എന്തോ ഒരു കുറവുണ്ടെന്നുള്ളത്? ഇല്ലേ? ആ കുറവ് എന്താണെന്നുള്ളത് ചിലപ്പോൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ശരിയാവും. നിങ്ങളിങ്ങനെ ചിന്തിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഒരു ചോദ്യമാണ്. നിങ്ങൾ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ്? വാട്ട്സ് നെക്സ്റ്റ്? നിങ്ങൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന്റെ ടോപ്പിക് എങ്ങനെ കണ്ടെത്തും? ഇനി ടോപ്പിക് കണ്ടെത്തിയാൽ നിങ്ങൾ അടുത്തത് എന്താണ് ചെയ്യുക? പലരും ചെയ്യുന്നത് നേരെ തന്നെ പോയി ടോപ്പിക് കിട്ടിയല്ലോ നേരെ തന്നെ പോയി ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഒരു വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ആ ടോപ്പിക് ചിന്തിച്ചിട്ടുണ്ടാവുക. പലരും ചെയ്തിട്ടുണ്ടാവും, പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഐഡിയ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്, സക്സസ് ആവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ആദ്യം പഠിക്കണം. അതിനാണ് കണ്ടന്റ് വാലിഡേഷൻ എന്ന് പറയുന്നത്. കണ്ടന്റ് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്ക് കിട്ടി അത് നേരെ കൊണ്ടുവന്നിട്ട് യൂട്യൂബിൽ തന്നെ വാലിഡേഷൻ ചെയ്ത് നോക്കുക. അത് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല. സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്ക് യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ കയറിയിട്ട് മുകളിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അതിൽ സൈഡ് ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്ററിൽ 1 ഇയർ അല്ലെങ്കിൽ ദിസ് മന്ത് മാത്രം കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷമായിട്ടും ആ ടോപ്പിക്ക് ചെയ്ത മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് വരും. ഈ ലിസ്റ്റിൽ ഈ ടോപ്പിക്കിന് എത്രത്തോളം ഹൈ ആയിട്ടുള്ള വ്യൂസ് കിട്ടിയെന്നും ഏറ്റവും കുറവ് എത്ര കിട്ടിയെന്നും കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ടോപ്പിക്ക് അത്ര ഇൻട്രസ്റ്റഡ് അല്ലാതെ അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ വ്യൂസ് മുഴുവൻ ആ ടോപ്പിക്കിലുള്ള എല്ലാ വീഡിയോസിൻ്റെയും വ്യൂസ് വളരെ കുറവായിരിക്കും. ഇനി ആ ടോപ്പിക്കിന് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയെന്ന് നോക്കുക. കുറേ മുന്നേ ഓൾഡ് ടോപ്പിക്കാണോ ന്യൂ ടോപ്പിക്കാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ടോപ്പിക്കായിട്ട് മുന്നോട്ട് പോകാം. ആ ടോപ്പിക്ക് സക്സസ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു വാലിഡേഷൻ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ സമാനമായ രീതിയിൽ ഈ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ മറ്റുള്ളവരുടെയും ടോപ്പിക്കുകൾ എടുത്ത് നോക്കി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ ഇത് ആദ്യം തീരുമാനിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കണ്ടന്റ് വാലിഡേഷൻ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനിയും കുറേ സാധനങ്ങൾ വരാനുണ്ട്. നെക്സ്റ്റ് എന്ത് ടൈറ്റിൽ കൊടുക്കണമെന്ന് നേരത്തെ തീരുമാനിച്ച് വെക്കുക. നിങ്ങൾ ഇതുപോലെയുള്ള വാലിഡേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ടൈറ്റിൽ എന്ത് കൊടുക്കണം എന്നുള്ളത്. ഇനി ടൈറ്റിൽ കൊടുക്കാൻ അറിയാത്തവർക്ക് അതിന് ടിപ്പ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ യൂട്യൂബിൽ കയറിയിട്ട് നേരെ ആദ്യം ചെയ്ത പോലെ സെർച്ച് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് താഴെ വരും. ഇതിൽ നിന്നുള്ള ടെക്സ്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് ടൈറ്റിലാക്കാം. ആദ്യം ഒരു ലോങ് ടൈറ്റിൽ, പിന്നെ എന്ത് ചെയ്യുക അടുത്ത ഒരു ഷോർട്ട് ആയിട്ടുള്ള പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേര്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കീവേഡ്സ് ആയിട്ട് മാറുകയും നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് വ്യൂസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ 2 പഠിച്ചു. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് തമ്പനയിൽ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടാക്കി വെക്കുക. തമ്പനയിൽ നമ്മൾ ഇന്നതാണ് കൊടുക്കാൻ പോകുന്നത്, ഇന്ന് ഏതായിരിക്കും എഴുതുന്നത് എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് തമ്പനയിലെ ഡിസൈൻ നിങ്ങൾ ഏകദേശം മനസ്സിലൊന്ന് കൊണ്ടുവരാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പേപ്പറിൽ വരച്ച് വെക്കുക. ഇതാണ് നമ്മുടെ തമ്പനയിൽ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വീഡിയോ ചെയ്യുന്നത് മുന്നേ തന്നെ തമ്പനയിൽ ചെയ്യുന്നതിൻ്റെ കാര്യം, തമ്പനയിൽ എന്താണ് എന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുത്തു വെക്കാനും തമ്പനയിൽ നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു വീഡിയോയുടെ സക്സസ് റേറ്റിൽ എനിക്ക് തോന്നുന്നത് 50% സ്ഥാനം തമ്പനയിലിന് തന്നെയുണ്ട്. അതുകൊണ്ട് തമ്പനയിൽ നന്നാക്കി ചാനൽ മോണിറ്റൈസേഷൻ ആയ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. ഒരുപാട് ആൾക്കാർ ചാനൽ ചേഞ്ച് ആയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാണാൻ വേണ്ടി. തമ്പനയിലെ മാറ്റം കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നറിയില്ല ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ആൾക്കാരൊക്കെ. അപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചു. തമ്പനയിൽ കണ്ടന്റ് വാലിഡേഷൻ, ടൈറ്റിൽ നിർന്നു. ഇത് കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്ക് പോകുന്നത്. പലരുടെയും ചാനലിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. എന്താണ് കണ്ടന്റ് ആർക്ക് അല്ലെങ്കിൽ സ്റ്റോറി ആർക്ക്? എന്താണ് നിങ്ങളുടെ സ്റ്റോറിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഈ സ്റ്റോറി ആർക്ക് എന്ന് പറയുന്നത്? ഈ സ്റ്റോറി ആർക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മൾ ഈ സാധനങ്ങൾ വേണം നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ആ വീഡിയോക്ക് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നിങ്ങൾ 3-4 വീഡിയോസ് ചെയ്ത് കഴിയുമ്പോഴേക്കാണ് ഇതിൽ എക്സ്പേർട്ട് ആവുക. വൺസ് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആയി എങ്കിൽ ഞാൻ ഉറപ്പ് അറിയാം നിങ്ങൾ പിന്നെ ഈ 5000-10,000 വ്യൂസൊന്നും ആയിരിക്കും. നിങ്ങൾക്ക് 1 ലാക്ക് 2 ലാക്ക് 3 ലാക്ക് വ്യൂസ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു വ്യൂസിലേക്ക് ഉറപ്പായിട്ടും പോകും.
ഒരു സംശയവും വേണ്ട. നിങ്ങൾ പേടിക്കണ്ട. അതിൽ തെളിവ് ഞാൻ കാണിച്ചു തരാം. എത്രത്തോളം വീഡിയോയിൽ ഈ മാറ്റം വരുത്തിയ ശേഷം അല്ലെങ്കിൽ ഈ ഒരു തിയറി ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം സക്സസ് ആയ ഒരാളുടെ വീഡിയോ കൂടി കാണിച്ചു ലാസ്റ്റ് കാണിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടന്റ് ആർക്ക് പറഞ്ഞു. ഈ കണ്ടന്റ് ആർക്ക് എന്താണ്? കണ്ടന്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ സ്റ്റോറി ആർക്ക് എന്ന് പറയും. എങ്ങനെയാണ് ഈ സ്റ്റോറി ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എടുക്കുന്നത്. കണ്ടന്റ് ആർക്കിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം സൊല്യൂഷൻ റിസൾട്ട്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒരു പ്രോബ്ലത്തെ ആദ്യം കാണിക്കുക, പിന്നെ അതിൻ്റെ സൊല്യൂഷൻ കാണിക്കുക, പിന്നെ റിസൾട്ട് കാണിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് അലക്കാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഒന്ന് കാണിക്കുക. പിന്നെ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തിയത് എന്താണ്, അതിന് റിസൾട്ട് എന്താണ് ഫൈനലി എന്ന് കാണിക്കുക. കുക്കിംഗ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ കുക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കാണിക്കാം. പിന്നെ എന്ത് ചെയ്യാം, അതിന് നിങ്ങൾ കണ്ടെത്തിയ സൊല്യൂഷൻ, അതിനുള്ള റിസൾട്ട്. കുക്കിങ്ങിൽ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ന് കുക്കിംഗ് ചെയ്യാൻ കറി വെക്കാനൊന്നും കിട്ടിയില്ല, അപ്പം ഞാൻ ഇന്ന സാധനം കൊണ്ടുവന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു, ഇന്നതാണ് നമ്മൾ ആക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സാധനം ഉണ്ടാക്കുക, അതിന് കാണിക്കുക, അതിന് റിസൾട്ട് കാണിക്കുക. ഇത് ഒരു സ്റ്റോറി ബേസ് ആയിട്ട് ഇങ്ങനെ പോകും. ഇതാണ് ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുക. പലപ്പോഴും നമ്മളെ ചാനലിൽ മിസ്സിങ്ങും ഇതായിരിക്കും. കാരണം നമ്മുടെ ചാനലിൽ പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും. നമ്മൾ ആ ഒരു സ്റ്റോറി ആർക്കിലായിരിക്കില്ല പോകുന്നുണ്ടാവുക. ഇതാണ് മേജറായിട്ട് നമ്മുടെ വീഡിയോസിന്, എല്ലാവരുടെ വീഡിയോസ് ഇൻക്ലൂഡിങ് എൻ്റെ വീഡിയോസിനടക്കം ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുന്നുള്ളത് ഇങ്ങനെയുള്ള സാധനങ്ങൾ മിസ്സിംഗ് ആണ്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗം കടക്കുമ്പോൾ വേണമെങ്കിൽ ഒരു പേപ്പർ പെന്ന് എടുത്തിട്ട് നിങ്ങൾ നോട്ട് എഴുതി വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അത് നോട്ട് എഴുതി വെച്ച് പഠിച്ചാലേ ആ കാര്യങ്ങൾ പഠിക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം ഹൂക്കാണ്. ഹൂക്ക് എന്ന് പറയുന്നത് എന്താണ് ഹൂക്ക്? ഹൂക്ക് ഞാൻ മുന്നേയും പറഞ്ഞു. ഹൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൊളുത്ത് എന്ന് പറയും. അറിയാലോ കൊളുത്ത്. ഈ കൊളുത്താണ് ഹൂക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഹൂക്ക് നമ്മുടെ വീഡിയോ ഉപയോഗിക്കുന്നത്? ഹൂക്ക് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കാണുന്ന ആളുകളെ പിടിച്ചിരുത്താനുള്ള അല്ലെങ്കിൽ അവരെ പിടിച്ചു വെക്കാനുള്ള, കൊളത്തി വെക്കാനുള്ള സംഭവമാണ് ഹൂക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഹൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന സമയം ആദ്യത്തെ 30 സെക്കൻഡാണ്. ആദ്യത്തെ 30 സെക്കൻഡിൽ നിങ്ങൾ എന്ത് പറയുന്നു അതാണ് ഹൂക്ക്. അപ്പോൾ 30 സെക്കൻഡിൽ നിങ്ങളത് വീണ്ടും കുറച്ച് 20 സെക്കൻഡാക്കി മാറ്റുക. 20 സെക്കൻഡിനുള്ളിൽ ആളുകളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അതാണ് കഴിവ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങളത് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ ചാനൽ ടോപ്പിക്ക് കിട്ടി, നിങ്ങൾ കണ്ടന്റ് വാലിഡേഷൻ ചെയ്തു. ഈ വാലിഡേഷൻ ചെയ്യുന്ന വീഡിയോസിൽ തന്നെ ഹൂക്കും ഉണ്ടാവാം. നിങ്ങളത് എടുത്ത് ചെയ്താൽ മതി. നിങ്ങൾ എഫോർട്ട് എടുക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം തന്നെ പറയാം, എനിക്കിന്ന് കുക്ക് ചെയ്യാനൊന്നും കിട്ടിയില്ല, ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാനൊന്നും കിട്ടിയില്ല, ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഹൂക്കായിട്ട് മാറും. അങ്ങനെയുള്ള ഹൂക്കുകൾ ഉണ്ടാക്കാം. ആ ഹൂക്കിൽ നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫോർട്ട് എടുക്കണം. എഫോർട്ട് എടുക്കുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് വരിക. ഹൂക്ക് കഴിഞ്ഞാൽ അടുത്ത സെറ്റപ്പാണ്. സെറ്റപ്പ് എന്ന് പറയുന്നത് ഹൂക്കിന് തൊട്ട് അടുത്ത് വരുന്ന സാധനമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ ഇതിലിനി പറയാൻ പോകുന്നത് എന്ന് പറയാം. അതായത് നമ്മൾ കണ്ടന്റ് വാലിഡേഷൻ, ഇതുപോലെയുള്ള വീഡിയോ സ്ട്രക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീഡിയോയുടെ കണ്ടന്റ് ആർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിത് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. സെറ്റപ്പ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൂക്കിന് ശേഷം നമ്മൾ വാട്ട് നെക്സ്റ്റ്, എന്താണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, അത് പറയലാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ച് പ്ലാൻ ചെയ്തിട്ട് പറയണം. ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല പാട്ടുണ്ടാവുക, പക്ഷേ ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് പറയണം. അതൊക്കെ അപ്പോൾ ആദ്യം ഹൂക്ക് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ വാല്യൂ ആണ്. വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വീഡിയോയിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ആളുകൾക്ക് കൊടുത്താൽ മാത്രമേ ആളുകൾ സമയം സ്പെൻഡ് ചെയ്യുന്നില്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയാലും ഇമോഷൻസ് ആയാലും എന്തായാലും നമ്മളതിൽ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ വാല്യൂ നിങ്ങൾ ഷൂട്ട് ചെയ്യുക, അതായത് കൃത്യമായിട്ട് ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് പറയാം, കാര്യങ്ങൾ പറയാം. ഇതൊക്കെയാണ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂവിൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ചുരുക്കി പറയുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചാൽ മതി. അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡിസ്കഷൻസ് നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ മനസ്സിലായി കഴിഞ്ഞാൽ അടുത്തത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്.
ക്ലൈമാക്സ് പറഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. എന്താണ് എവിടെ നമ്മൾ അവസാനിപ്പിച്ചു? അതായത് നമ്മളിപ്പോൾ ഇന്ന് കുക്കിങ്ങിൻ്റെ ആണെങ്കിൽ ഡയമണ്ട് ലൈഫിനകത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും മെസ്സി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെയുണ്ട്. അത് നമ്മൾ ക്ലീൻ ആക്കിയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് നമ്മൾ പറഞ്ഞു. പൂക്കിട്ടു, നമ്മൾ ചെയ്തു, നമ്മുടെ സൊല്യൂഷൻ കാണിച്ചു. ക്ലൈമാക്സിൽ ഇതാ ഇങ്ങനെ ചെയ്തു, നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ക്ലൈമാക്സ് ഈ രൂപത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തിട്ട് ക്ലൈമാക്സ് കാണിക്കുക. അതിനുശേഷം റെസൊല്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് എന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നും ഇവിടെ പറയാം. ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് പറയാം. പലരും ആദ്യം തന്നെ ഇത് കയറി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ ലാസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പം വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ സിമ്പിളായിട്ട് തോന്നണ്ട. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം മുതലേ ഒന്നുകൂടി പറയാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്നുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞു കണ്ടന്റ് വാലിഡേഷൻ, ടൈറ്റിൽ, തമ്പനെയിൽ ഡിസൈൻ, പിന്നെ നമ്മൾ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഹൂക്സ്, സെറ്റപ്പ്, വാല്യൂ, പിന്നെ റെസൊല്യൂഷൻ, ക്ലൈമാക്സ്, റെസൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരാളുടെ വീഡിയോ ഇതുപോലെ അത്യാവശ്യം വ്യൂസ് കയറി വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആൾ എൻ്റെ സുഹൃത്താണ്, ഗ്രൂപ്പിലുള്ള മെമ്പറാണ്. അപ്പോൾ ആളുടെ വീഡിയോയിൽ ആൾ കാണിച്ചിരിക്കുന്നത് ചെയ്ത ചെറിയൊരു ക്ലിപ്സ് കാണിച്ചു തരാം. സൺഡേ ഹോളിഡേ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ള ദിവസമാണ് സൺഡേ. ഈ കാണുന്നത് എൻ്റെ അപ്പോൾ ആൾ പറയുന്നത് എൻ്റെ ഈ ഒരു ഏരിയ എനിക്ക് ക്ലീൻ ചെയ്യണം, ഇന്ന് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, ഇതിനെ പരിഹരിക്കണം. അതായത് പ്രോബ്ലം പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് സൊല്യൂഷൻ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ക്ലിയർ ആക്കാൻ ഞാൻ ചെയ്തത്. പിന്നെ എൻ്റെ മക്കളെ പഴയ ബുക്കൊക്കെ ഞാനങ്ങനെ കളയാറില്ല. അപ്പോൾ അതൊക്കെ ഈ ബാൽക്കണിയിലാണ് ഇതുപോലെ ഇങ്ങനെ കാർട്ടൂണിലാക്കി വെക്കലാണ് എന്ന് പറഞ്ഞ് പിന്നെ ക്ലൈമാക്സ് പറഞ്ഞു. ക്ലൈമാക്സിൽ ഇതിന് മനോഹരമായി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ക്ലൈമാക്സും കാണിച്ചു. ഉള്ള ചെടികളൊക്കെ വെച്ച് ഞാൻ അതിന് ഒരുവിധം സെറ്റാക്കി എടുത്തു. ഇനിയും കുറച്ച് ചെടികളൊക്കെ വാങ്ങി വീണ്ടും ഇത്രയും സാധനങ്ങൾ അതിൽ വന്നത് കൊണ്ടാണ് ആ ഒരു വീഡിയോ നന്നായിട്ട് പെർഫോം ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കാം. ഇതേപോലെ സ്ട്രക്ചേർഡ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും 2-3 എണ്ണമെങ്കിലും കുറവുണ്ടാവുക. ചിലപ്പോൾ കമ്പനിയിൽ പോരായിരിക്കാം, ടൈറ്റിൽ പോരായിരിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പിന്നീട് അതിൽ വരാനുള്ളത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കുക. എന്നിട്ട് ആലോചിച്ച് അടുത്ത വീഡിയോ നിങ്ങൾ ഇതുപോലെ ചെയ്ത് അതിനുള്ള വ്യൂസ് വരുത്തിയിട്ട് കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം തോന്നുക. അതുകൊണ്ട് 2 മാസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആയിട്ട് അതും നിങ്ങൾ അറിയിക്കുക. എന്തായാലും നിങ്ങൾ അറിയിക്കും തോന്നുന്നു. 100 ആൾ കണ്ടാൽ എന്തായാലും ഒരു 20 ആണെങ്കിൽ ഇത് പറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. സംശയം നിങ്ങൾക്കുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. ഇതിൻ്റെ കുറച്ചുകൂടി ടോപ്പിക്കൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ടോപ്പിക്കിന് സ്കിപ്പായിട്ട് പോകുന്നത്. കാരണം താല്പര്യമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാം. ഇങ്ങനെയുള്ള വീഡിയോസ് വേണോ, എല്ലാ സാധാരണ പോലെയുള്ള വീഡിയോസ് മതിയോ എന്നുള്ളത് കൂടി പറയാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.